السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين الفائزين برضوان الله أما بعد. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദുമാർ, അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്ന ഉസ്താദുമാർ, മറ്റു എൻ്റെ മുത്തഅല്ലിം സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അവൻ്റെ സുവലോക സ്വർഗത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നാം എവരെയും ഒരുമിച്ച് കൂടി തരുമാറാകട്ടെ. എനിക്ക് വേണ്ടി ഇന്ന് നിങ്ങളോട് സംവദിക്കാൻ കിട്ടിയ വിഷയം ഇഅ്ജാസുൽ ഖുർആൻ അഥവാ ഖുർആനിൻ്റെ അമാനുഷികത എന്നുള്ളതാണ്. വളരെ വിശാലമായ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഇഅ്ജാസുൽ ഖുർആൻ. വെറും 7 മിനിറ്റ് കൊണ്ടൊന്നും പറഞ്ഞു തീർക്കാൻ സാധിക്കാത്തതായ വളരെ വ്യക്തമായി പഠിക്കേണ്ട ഒന്നാണ് ഇഅ്ജാസുൽ ഖുർആൻ. ഇൻഷാ അല്ലാഹ് വളരെ ചുരുങ്ങിയ രൂപത്തിൽ നിങ്ങളോട് സംവദിച്ച് ഞാൻ നിർത്താം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാ പ്രവാചകന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കാലത്തിനും അവരുടെ സമൂഹത്തിനും യോജിച്ചതായ മുഅ്ജിസത്തുകളാണ് നൽകാറുള്ളത്. വൈദ്യശാസ്ത്രത്തിൽ മുന്നിട്ട് നിന്ന കാലത്ത് വന്ന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അവരെ അശക്തമാക്കിയ വെള്ളപ്പാണ്ടും മറ്റു രോഗങ്ങളും വന്നപ്പോൾ അതിനെ ശിഫയാക്കാനുള്ള മുഅ്ജിസത്ത് ഈസാ നബി അലൈഹി സ്വലാമിന് അല്ലാഹു നൽകി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലം മന്ത്രവാദികളുടെയും മാരണക്കാരുടെയുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ അത്ഭുതപ്പെടുത്തുന്നതായ മുഅ്ജിസത്ത് മൂസാ നബിക്കും നൽകി. എന്നാൽ പ്രവാചകർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ കാലത്തിലേക്കും സർവ കാലത്തേക്കുമുള്ള ഒരു പ്രവാചകനായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു നിയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏത് കാലഘട്ടത്തിലെയും ഏത് സമൂഹത്തിലെയും അവർ എത്ര ഉന്നതിയിലെത്തിയിട്ടുണ്ടെങ്കിലും അവരെയൊക്കെ അത്ഭുതപ്പെടുത്തുന്നതാകണമല്ലോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്ത്. അപ്രകാരമുള്ള ഏത് പരിഷ്കാരിയെയും ഏത് കാലഘട്ടത്തിലുള്ളവരെയും അമ്പരപ്പിക്കുന്നതായ വളരെ മനോഹരമായ രൂപത്തിൽ അത്ഭുതകരമായ ഒരു മുഅ്ജിസത്താണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ. ഖുർആനിന്റെ അമാനുഷികത അഥവാ ഇഅ്ജാസ് വളരെ പ്രസക്തവും പ്രകടവുമാണ്. അറബി സാഹിത്യം, ഭാഷാശുദ്ധി, വാക്ചാതുര്യം, അതുപോലെ തന്നെ ഖുർആനിന്റെ അവതരണ ശൈലി, കഴിഞ്ഞു പോയ പ്രവാചകന്മാരെ കുറിച്ചുള്ള സമുദായങ്ങളെ കുറിച്ചുള്ള ചരിത്ര വിവരണങ്ങൾ, അദൃശ്യ കാര്യങ്ങളെ കുറിച്ചുള്ള വിവരണങ്ങൾ, ഇതൊക്കെ ഖുർആനിന്റെ ഇഅ്ജാസുകളെ വളരെ ഫലപ്രദമായി ഖുർആൻ വിവരിക്കുന്ന സുപ്രധാന കാര്യങ്ങളാണ്. അറബി സാഹിത്യ രംഗത്ത് സോപാനത്തിൽ വിരാജിച്ചവരാണെന്ന് വിശേഷിക്കപ്പെടുന്നവരും മാത്സര്യബുദ്ധിയ സാഹിത്യരചനാ മത്സരം നടത്തുന്നവരുമായിരുന്നു അറബികൾ. ജനങ്ങൾ ഒരുമിച്ച് കൂടുന്നതായ ചന്തകളിലും അങ്ങാടികളിലും മറ്റു പൊതുസ്ഥലങ്ങളിലുമൊക്കെ സാഹിത്യരചന മത്സരം നടത്തൽ അവരുടെ പതിവായിരുന്നു. അറബി സാഹിത്യത്തിലെ രത്നം, മാണിക്യം എന്നൊക്കെ വിശേഷിക്കപ്പെടുന്ന സബ്ഉൽ മുഅല്ലഖാത്ത് രചിച്ചവരുള്ള കാലം, ലബീദും തുഫൈലും വലീദ് ബിൻ മുഗീറയും വാണിട്ട കാലം, ഇങ്ങനെയുള്ള സാഹിത്യ കുലപതികൾ ജീവിച്ചിരുന്ന കാലഘട്ടത്താണ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ അല്ലാഹു വെല്ലുവിളിക്കുന്നത് ഖുർആൻ ഇലാഹി വചനങ്ങളല്ലെന്നും ഒരു മാനുഷികമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൃഷ്ടിപ്പാണെന്നുള്ള മിഥ്യാധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളും അറബികൾ തന്നെയാണല്ലോ, നിങ്ങളും അതുപോലത്തെ ഒരു ഗ്രന്ഥം കൊണ്ടുവരിക എന്ന് സൂറത്തുൽ ഇസ്രാഇന്റെ 22-ാം വചനത്തിലൂടെ അല്ലാഹു പറയുന്നു. അലാ അയ്യതു ബിമിസ്ലി ഹാദൽ ഖുർആൻ, ഈ ഖുർആനിനെ പോലത്തെ ഒരു ഗ്രന്ഥം നിങ്ങൾ കൊണ്ടുവരിക എന്ന് അല്ലാഹു വെല്ലുവിളിക്കുന്നു. ലാ യഅ്തൂന ബിമിസ്ലിഹി, അത് അവർക്ക് കൊണ്ടുവരാൻ സാധിക്കുകയില്ല. അതിനുള്ള സാവകാശം അല്ലാഹു അവർക്ക് നൽകി, പക്ഷെ അവർക്ക് അതിന് സാധിച്ചിട്ടുമില്ല. രണ്ടാമത് അല്ലാഹു സൂറത്തുൽ ഹൂദിന്റെ 23-ാം വചനത്തിലൂടെ 23-ാം വചനത്തിലൂടെ അല്ലാഹു വെല്ലുവിളിക്കുന്നുണ്ട്. എന്താണ് വെല്ലുവിളിക്കുന്നത്? അം യഖൂലൂന ഇഫ്തറാഹു ഖുൽ ഫഅ്തു ബിഅശ്രി സുവരിൻ മിസ്ലിഹി മുഫ്തറയാത്ത്.
പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ 114 അധ്യായങ്ങളിൽ നിന്ന് ഖുർആനിനോട് സാദൃശ്യമുള്ളതായ 14 അധ്യായങ്ങളെ നിങ്ങൾ കൊണ്ടുവരിക. നിങ്ങൾ സത്യം പറയുന്നവരാണെങ്കിൽ, നിങ്ങൾ പറയുന്ന വാദം സത്യമാണെങ്കിൽ നിങ്ങൾ ഖുർആനിന്റെ സാദൃശ്യമുള്ള 10 സൂറത്തെങ്കിലും കൊണ്ടുവരിക എന്ന്. അവർക്ക് അതിനും സാധിച്ചിട്ടില്ല, അതിനും അവർക്ക് സാധിക്കുന്നില്ല. അവസാനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല മൂന്നാമത്തെ വെല്ലുവിളിയാണ് സൂറത്തുൽ ബഖറയുടെ 13-ാം വചനത്തിലൂടെ നൽകുന്നത്. വ ഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി. ഖുർആനിന്റെ ഏറ്റവും ചെറിയ അധ്യായമായ സൂറത്തുൽ കൗസറിന്റെ അത്ര വലിപ്പമുള്ള ചെറിയ സൂറത്ത് കൊണ്ടുവരാൻ അല്ലാഹു അവരോട് വെല്ലുവിളിക്കുന്നു. അത് വെറും വെല്ലുവിളി മാത്രമായിരുന്നില്ല. വീണ്ടും അല്ലാഹു പറയുന്നു, ഫദ്ഉ ശുഹദാഅകും മിൻ ദൂനില്ലാഹ്. അല്ലാഹുവിനെ കൂടാതെയുള്ള ഏത് പരിഷ്കാരിയെയും ഏത് സഹായിയെയും നിങ്ങൾ ആ ഖുർആനിന്റെ വചനത്തെ പൂർത്തിയാക്കുന്നതിൽ നിങ്ങൾ സഹായികളായി വിളിച്ചോളൂ. അവർ അതിനുള്ള തന്ത്രങ്ങൾ മെനയുകയും കൂട്ടമായ ആലോചനകൾ നടത്തുകയും ചെയ്തിരുന്നുവെങ്കിലും അവർ അതിലും പരാജയപ്പെടുകയാണ്. ഖുർആനിന്റെ വെല്ലുവിളിക്ക് മുമ്പിൽ അവർ മുട്ടുകുത്തുകയാണ്. സൂറത്തുൽ ഫീലിന്റെ സാദൃശ്യമുള്ളതായ ഒന്നവർ മെനണ്ടുണ്ടാക്കുകയും അത് ആശയ ദാരിദ്ര്യവും അതുപോലെ തന്നെ സാഹിത്യ ശോഷണവും ഉണ്ടായത് കാരണം കൊണ്ട് അവർ അതിനെ മറച്ചു വെക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഖുർആനിന്റെ വെല്ലുവിളി ഏറ്റെടുത്ത ലബീദ് കഅബയുടെ മുന്നിൽ വന്ന് നിന്ന് സൂറത്തുൽ കൗസർ പാരായണം ചെയ്തതിന് ശേഷം പറയുകയാണ്, വല്ലാഹി മാ ഹാദാ ഖൗലുൽ ബശർ, വല്ലാഹി മാ ഹാദാ ഖൗലുൽ ബശർ, ഇതൊരു മനുഷ്യന്റെ സൃഷ്ടിപ്പ് കൊണ്ട് ഉണ്ടായ വചനങ്ങളല്ല എന്ന് ലബീദ് അവിടെ നിന്ന് കഅബയുടെ മുന്നിൽ നിന്ന് വന്ന് പ്രഖ്യാപിക്കുകയാണ്. നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഏതൊരു ബുദ്ധിയുള്ള ജീവിക്കും ചെറിയ ചിന്താശേഷി കൊണ്ട് ഖുർആനിന്റെ ഇഅ്ജാസുകളെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടെ നിന്ന് മെനഞ്ഞുണ്ടാക്കിയതാണെന്ന് പറഞ്ഞ് വാദിക്കുന്നവരുണ്ട്. അവരോട് പറയാനുള്ളത്, മുത്തുനബി ഉമ്മിയായിരുന്നു. അതായത് ഒരു അധ്യാപകനിൽ നിന്ന് അറിവ് പഠിച്ചെടുത്ത ഒരാളായിരുന്നില്ല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അവരുടെ എല്ലാവരിലെയും സ്ഥിരപ്പെട്ട ഒരു സത്യമായിരുന്നു. കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമൂഹത്തിലുള്ളവരോട് ഇടപഴകി ജീവിച്ച ഒരു വ്യക്തിത്വമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സത്യം എല്ലാവരിലും വെളിപ്പെട്ടതുമാണ്. ഗുരുമുഖത്ത് നിന്ന് പഠിച്ചിട്ടില്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഖുർആനിന്റെ പേനയെക്കുറിച്ചും വായനയെക്കുറിച്ചും മനുഷ്യോൽപത്തിയെക്കുറിച്ചുമാണ്. ഉദാഹരണത്തിന് ഒരു 6ാം ക്ലാസ് വിദ്യാർത്ഥി ആശയസമ്പുഷ്ടമായ സാഹിത്യപരമായ ഒരു പ്രഭാഷണം നടത്തുമ്പോൾ നമുക്ക് അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഏതെങ്കിലും ഒരു വ്യക്തി എഴുതിക്കൊടുത്ത് മനഃപ്പാഠമാക്കി പറയുന്ന ഒരു പ്രസംഗമാണ്. അതുപോലെ തന്നെ ഉമ്മിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 40 വയസ്സ് വരെ അവർ അൽ അമീനാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശ്വസ്തനാണെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഒരു ദിവസം ഖുർആനിന്റെ വചനങ്ങൾ ധ്വനിക്കുമ്പോൾ, ഖുർആനിന്റെ വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ അത് കളവാണ്, അത് അവർ വിശ്വസിക്കാനോ കേൾക്കാനോ നിന്നില്ല. ഇവിടെ നിന്ന് നമുക്ക് ഖുർആനിന്റെ ഇഅ്ജാസുകളെ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഒരു കൃതി മാനുഷികമാകുമ്പോൾ നിർമ്മാതാവിന്റെ വൃത്തമായിരിക്കും ആ ഗ്രന്ഥത്തിന്റെയും വൃത്തം. എന്നാൽ പരിശുദ്ധ ഖുർആനിന്റെ വൃത്തം ഭാവിയും ഭൂതവും വർത്തമാനവും എല്ലാം ഉൾക്കൊണ്ടൊന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഖുർആനിന്റെ അമാനുഷികത വളരെ വ്യക്തമാണ്. മേൽപ്പറഞ്ഞ ആയത്തിലൂടെയും മേൽപ്പറഞ്ഞ ഖുർആൻ ഇറങ്ങിയ കാലഘട്ടവും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതവും മനസ്സിലാക്കുമ്പോൾ നമുക്ക് സാധിക്കുന്നത് അവർ ഉറങ്ങുന്നവരോ ഉറക്കിനെ നടിക്കുന്നവരോ ആണ്. ഉറങ്ങുന്നവർക്ക് ഖുർആനിന്റെ വചനങ്ങൾ കൊണ്ട് അവരെ തട്ടിയുണർത്തി അവരെ ബോധിപ്പിക്കാൻ സാധിക്കും. എന്നാൽ ഉറക്കിനെ നടിക്കുന്നവർ മരണക്കുഴിയിലേക്ക് എത്തും വരെ വിഡ്ഢികൾ തന്നെയായിരിക്കും എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തി. വാഖിറു ദഅവാഹും അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.